ട്രാൻസ്ജെൻഡറിസം അല്ലെ, ആണിന് ഇങ്ങനെ തോന്നുന്ന അപൂർവം മനുഷ്യരോ ലോകത്തിലുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ അവിടെ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അതൊരു പൊതു നിയമമല്ല, അതൊരു അപവാദമാണ്. മനുഷ്യർക്ക് കൈക്ക് 5 വിരലാണ്, അതാണ് പൊതു നിയമം. പക്ഷേ ചില ആളുകൾക്ക് 6 വിരലുണ്ട്. അതിന്റെ അർത്ഥം അവര് മനുഷ്യരല്ല എന്നല്ല. മനുഷ്യർക്ക് 5 വിരലാണ് എന്നതുകൊണ്ട് 6 വിരലുള്ള ആള് മനുഷ്യനല്ല എന്നർത്ഥമില്ല. അത് പൊതു നിയമത്തിന്റെ അപവാദമാണ്. പൊതു നിയമങ്ങൾക്ക് അപവാദമുണ്ട് എന്നതും ഒരു പൊതു നിയമമാണ്. പക്ഷെ അപവാദത്തെ പൊതു നിയമമാക്കി മാറ്റരുതോ? ലിബറലിസം ചെയ്ത ആളാണ്, ഇങ്ങനെ തോന്നുന്ന കുറച്ച് മനുഷ്യരുണ്ട്. പക്ഷെ അതിനെ ഒരു അടിസ്ഥാനമാക്കിയിട്ട് അവരെന്തു പറഞ്ഞു? ഞാൻ എന്ന് പറയുന്ന പുരുഷൻ, ഞാൻ പുരുഷനായിരിക്കുന്നത് എനിക്ക് പുരുഷനാണെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ്. ഇതിന്റെ ആപത്തെന്താ, അപകടം എന്താ? എനിക്കടുത്ത നിമിഷത്തിലോ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് കമ്മിങ് ഔട്ട് നടത്താം, പെണ്ണിന് പുരുഷനാണെന്ന് പറഞ്ഞിട്ട് കമ്മിങ് ഔട്ട് നടത്താം, സർജറി നടത്താം. ആണിന് പെണ്ണാകാം, പെണ്ണിനാണാകാം, അല്ലെ? ആണ് പെണ്ണ് എന്ന് പറയുന്ന മനുഷ്യരാശിയുടെ വളരെ പ്രധാനപ്പെട്ട അടിത്തറയെ, ആ അടിത്തറയിലാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ കുടുംബ ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ അടിത്തറയിലാണ് മനുഷ്യരാശി നിലനിൽക്കുന്നത്. ആ മനുഷ്യരാശിയുടെ സംസ്കാരം നിലനിൽക്കുന്നത് ആ അടിത്തറ പൊളിച്ചു കളയുകയാണ്.